ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ കാരണം എഗെയിൻ എ കോൺട്രവേഴ്സി ഇതൊന്നും പറയാനില്ല. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ എന്ത് കണ്ടന്റ് ഇടണ്ട എന്നുള്ളത് ഒരു പേഴ്സൺ അയാളുടെ താല്പര്യമാണ്, ഒരു വ്യക്തിയുടെ താല്പര്യമാണ്. ഓക്കെ, ഇതിവിടെ വൻ സീനാണ് ഇവിടെ ആൾക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൻസുബിയുടെ ബൈ ദ വേ, ഹൻസുബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഹൻസിക കൃഷ്ണപ്രസാദിൻ്റെ 4 പെൺമക്കളിൽ ഏറ്റവും ഇളയ കുട്ടി. ഈ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ 390 റുപ്പീസിനാണ് അവർ 399 റുപ്പീസിനാണ് അവർ സബ്സ്ക്രിപ്ഷൻ വെച്ചത്. ഒരു വീഡിയോ ഹൻസുബിയുടെ ലീക്കായി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ വരികയാണ്. ഓക്കെ, അത് അവർ സബ്സ്ക്രിപ്ഷനിൽ ഇട്ടതായിരിക്കാം. അത് സബ്സ്ക്രിപ്ഷനിൽ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ബിക്കോസ് ഞാൻ സബ്സ്ക്രൈബ്ഡ് അല്ല. അപ്പോൾ എന്താണെങ്കിലും സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ഇനി ആരെങ്കിലും എടുത്ത് ലീക്കാക്കിയതാണോ, ഇതൊരു AI ആണോ, ഓക്കെ ഡീപ്പ് ഫേക്ക് ആണോ എന്നുള്ള രീതിയിലുള്ള പല ചർച്ചകളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ഒറ്റ കോൺട്രവേഴ്സി കാരണം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അങ്ങോട്ട് കൂടി. ലക്ഷങ്ങളുടെ വരുമാനം ആർക്ക് കിട്ടി? ഹൻസുബിക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ആ വീഡിയോ ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദാറ്റ് വീഡിയോ. എഗെയിൻ ഞാൻ പറയുന്നു, ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനകത്ത് എന്ത് തരം വീഡിയോസ് ഇടണം എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫ്രീഡം, അവരുടെ ചോയ്സാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിന് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് നെറ്റ് റീചാർജ് ചെയ്താൽ ഡാറ്റ വെച്ച് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണം എടുത്തിട്ട് കാണാം. കമൻറ്റ് റെസ്ട്രിക്റ്റഡ് അല്ല, ലൈക്ക് റെസ്ട്രിക്റ്റഡ് അല്ല, ഷെയർ റെസ്ട്രിക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും ചെയ്യാം. ഇനി അതൊരു പ്രൈവറ്റ് പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ കാണൂ. ഇനി അവരിൽ ആരെങ്കിലും എടുത്തിട്ട് അത് പുറത്തേക്ക് ഇട്ടാൽ മാത്രമേ പുറം ലോകം അറിയൂ. ഒരു സെയിം പാറ്റേൺ അല്ലേ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാധനം അല്ലേ? അവരുടെ പേഴ്സണലായിട്ട് അവരെ പേഴ്സണലായി കാണാനും അല്ലെങ്കിൽ അവരെ ഇൻ പേഴ്സണലായിട്ട് അവരെന്താണെന്ന് അറിയാനും അവരിടുന്ന കണ്ടന്റ് അറിയാനും പൈസ കൊടുത്ത് കയറി കുത്തി കാണുന്ന ഒരു ഐറ്റം അതിനകത്ത് അവർ ഇടാതിരിക്കും. ഇത് ഇവരെ ഡ്രസ്സിൻ്റെ അളവോ അല്ലെങ്കിൽ അവർ ബോഡി എക്സ്പോസ് ചെയ്തോ കാണാൻ താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ അവിടെ പോയിരിക്കുന്നത്. പിന്നെ പുറത്തിരുന്ന് സംസാരിക്കുന്നവർ പലരും ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടത് എന്താ അറിയോ, ഞങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഡ്രസ്സിൻ്റെ അളവ് നിങ്ങൾ നോക്കാൻ നടക്കണം. അവരുടെ പേഴ്സണൽ ഫ്രീഡത്തിൽ കയറി ചൊറിയാൻ നിൽക്കണം. ഈ വീഡിയോ ആരും അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അവരുടെ റീൽസ് പോയി കണ്ടതല്ല. ആരും എടുത്ത് പുറത്തിട്ടപ്പോൾ അവിടുന്ന് കണ്ടതാണ്. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാനിവിടെ നിങ്ങൾക്ക് സൈഡിൽ വയ്ക്കാം. സബ് കൂട്ടാൻ മനഃപൂർവ്വം കാണിക്കുന്നതാണെന്ന് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എന്തായാലും അതിന് ഒരെണ്ണം വിട്ടു. ഏതടാ ഇവൻ അതൊക്കെ കണ്ടുവിടാൻ നിന്നത്? സദാചാരങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകരുടെ മക്കൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി. അച്ഛൻ്റെ രാഷ്ട്രീയം, BJP രാഷ്ട്രീയം വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. മകൾ എവിടെയെങ്കിലും വന്ന് പറഞ്ഞോ BJP എന്ന്? എന്തോന്നാണ് ഇത്? ഈ നാട്ടുകാർക്ക് സ്ത്രീകളുടെ തുണിയുടെ അളവ് എത്രയാണ് എന്നുള്ളത് നോക്കാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്, റിയാലിറ്റിയിൽ ഗ്രൗണ്ടിലും ഉണ്ട്. നാട്ടിലൊക്കെ നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ മതി. ഇതൊന്നും നാടിഞ്ഞി എത്ര നന്നായാലും മാറാൻ പോകുന്നില്ല. കുറേ എണ്ണങ്ങളുണ്ട്. അതിന് പർദ്ദട്ട് പോയിട്ടും കാര്യമില്ല. കാരണം പർദ്ദട്ട് പോകുമ്പോൾ ഒരു കാറ്റടിക്കുമ്പോൾ ഈ പർദ്ദ വന്ന് മേത്ത് ഒട്ടൂല. അപ്പോൾ വരെ നോക്കി കമൻ്റ് അടിക്കുന്ന അറിയാം. സാരി എടുത്ത് പോയാൽ വെറുതെ വിടും. സാരീൻ്റെ ഇടയിൽ കൂടി നോക്കിയിട്ട് കമൻ്റ് അടിക്കും. അപ്പോൾ എന്താണ് ഈ വസ്ത്രധാരണത്തിൻ്റെ അളവുകോൽ എന്നുള്ളത് ഒരാളുടെ എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ എന്ത് വസ്ത്രം ഇടണം, ഓക്കെ, അത് എത്ര ഇറക്കത്തിലിടണം അല്ലെങ്കിൽ അത് എങ്ങനെ ഇടണം എന്നുള്ള എൻ്റെ താല്പര്യമാണ്. കംപ്ലീറ്റ് ന്യൂഡോ അല്ലെങ്കിൽ പോണോ ഒന്നും അല്ലല്ലോ കാണിക്കുന്നത്. ഇതിങ്ങനെ ഇതെന്താ പറയുക, ഇതൊരു തരം PR വർക്ക് പോലെ ആയി മാറിയിട്ടുണ്ട് ഇപ്പോൾ. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ലേഡിയുടെ പ്രൊഫൈൽ എടുത്ത് വെക്കുന്നു, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു, അതിൽ നിന്നൊരു വീഡിയോ എടുക്കുന്നു, പുറത്തുനിന്ന് വാവ് ഇവരിങ്ങനെ കാണിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് കുറേ ട്രോൾ ഈ സൈഡിൽ കാണുന്നവരെ കുറേ ട്രോൾ ഇറക്കി വിടുന്നു. ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ ചാനൽസ് അരി മേടിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം എടുത്ത് കണ്ടന്റ് ആക്കുന്നു. എഗെയിൻ മെച്ചമായിരിക്കാം ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഈ വീഡിയോ ഇട്ട ആളുകൾക്ക്. അവർക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അടിച്ച് കയറുന്നു, ലക്ഷങ്ങൾ കിട്ടുന്നു. സദാചാരം പറഞ്ഞിട്ട് പോകണതിന് എന്ത് കിട്ടി? ആണെങ്കിൽ ആ സദാചാരം എഴുതിയിടുമ്പോൾ ഉള്ള മനസ്സിൻ്റെ ഒരു സുഖം, ചെറിയൊരു സുഖം, അത് മാത്രം. പക്ഷെ അവൻ അറിയാതെ ആരാണോ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അവരുടെ PR ആയി. അതല്ലേ എൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ കൃഷ്ണകുമാറിൻ്റെ മക്കൾ എല്ലാവരും BJP-ക്കാരനായ കൃഷ്ണകുമാറിൻ്റെ മക്കളായതുകൊണ്ട് ഈ പറഞ്ഞ ചാക്ക് പൊതിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണോ? അവർ പർദ്ദട്ട് നടന്നപ്പോഴും കോൺട്രവേഴ്സി ആയിരുന്നു. ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവർ ബിക്കിനി ഇടാറുണ്ട്, ബീച്ച് വെയർ ഇടാറുണ്ട്.
അതൊക്കെ അവരുടെ പേഴ്സണൽ താല്പര്യമല്ലേ. ഒരു 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 ഇൻഡിവിജ്വലിൻ്റെ താല്പര്യം എന്നുള്ളത് മനസ്സിലാക്കാനും പോലും ബുദ്ധിയും വിവരമില്ലാത്ത നാട്ടുകാരെന്ന് പറയുമ്പോണ്ടല്ലോ ഇതിനൊന്നും പറയാനില്ലടേ. ഇനി കൃഷ്ണകുമാർ എന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ വെച്ച് തരാം. അതുപോലെ ചേട്ടനെ പറ്റി കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയാറ് ഭയങ്കര കൂൾ ഡാഡി എന്നാണ് പറയാറ്. ഇപ്പൊ പൊതുവിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തന്ത വൈബ് അല്ല വൈബ് തന്നാന്ന് പറഞ്ഞിട്ട് എല്ലാരും പറയും കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്ക് നൽകുന്ന പോലത്തെ ഒരു ഫ്രീഡം അതാണ് ഓരോ അച്ഛനും നൽകേണ്ടത് എന്ന് പറയാറുണ്ട്. ആദ്യം തിരുത്തട്ടെ, ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാ, ഞാൻ തരേണ്ടതല്ല. ഞാൻ ആരാ തരാൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രിൻസി എന്ന് പറഞ്ഞൊരു വ്യക്തി, അല്ലെ ഇവിടെ ഇരിക്കുന്ന രണ്ട് സൗകര്യങ്ങളുണ്ട് ക്യാമറയുടെ പിന്നിലിരിക്കുന്നത്, ഇവരൊക്കെ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്. ഈ നിങ്ങൾ പിന്നെ കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല ഞാൻ. ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കും ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നേക്കാൾ അറിവ് എനിക്ക് പുതിയ തലമുറയെ വളരെ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തലമുറയും വളർന്നു വരുമ്പോൾ പിൻതലമുറക്കാർ വരും, തലതെറിച്ച ഒരു തലമുറ തന്നെ കേട്ടോ, പറഞ്ഞാൽ ഇത് ഞങ്ങളും കേട്ടതാ, ഇപ്പോഴും പറയുന്നു. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ട്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഭയങ്കരമായിട്ട് വഴിപടച്ച് പോകുന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കണ്ടില്ലേ, കണ്ട ഇപ്പം എൻ്റെ മക്കൾ ആമ്പിള്ളേരൂടെ കറങ്ങുന്നു, പെൺകുട്ടികൾ ഒരു നിയന്ത്രണമില്ല, കണ്ടവൻ്റെ കൂടെ ഇതാണ് പറയുന്നത്. അതിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഞാൻ ഈ പ്രായത്തിൽ പോയിരുന്ന കാലത്തും എനിക്കും ഇതേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പെൺകുട്ടികളുടെ കൂടെ പോവുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. അഥവാ ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയാൽ പച്ചക്കള്ളം വീട്ടിൽ ഒന്ന് പറയും, എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛന് സുഖമില്ലാതായി, അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു സ്കൂട്ടറിൻ്റെ ടയർ പഞ്ചറായി, പച്ചക്കള്ളം പറയുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ കള്ളം പറയുന്നില്ല. ഇത്രയും ഞാൻ കാണുന്നൊരു വ്യത്യാസം. പക്ഷെ എന്നാലും ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും, ഈ മൂല്യങ്ങൾ എന്ന് പറയും, വാല്യൂസ്, അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ബഹുമാനിക്കുക, മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും എതിരെ നിൽക്കുന്ന ഒരാളെ ബഹുമാനിച്ച് തന്നെ പോവുക, ആരോ ആയിക്കോട്ടെ ബഹുമാനിക്കുക. കാരണം കൊടുക്കുന്നതേ തിരിച്ചു വരും, അത് കർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനിക്കുക. പിന്നെ ഏതും ഓവർ യൂസ് അപകടമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്, ഓവർ യൂസ് അപകടം തന്നെയാണ്. അപ്പം ഇതെല്ലാം നിയന്ത്രിക്കുക. ഓക്കെ, ഇത് എക്സാക്ട്ലി വൈബ് തന്താന്നുള്ള പേര് ഇങ്ങനെ ചേരും. കാരണം ഇപ്പം മാറിയ കാലത്തിനനുസരിച്ച് മക്കൾക്ക് അറിയാം എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. മനസ്സിലായോ? അവരുടെ നീഡ് എന്താണെന്ന് അവർക്ക് അറിയാം, എവിടെ എത്ര എങ്ങനെ ഏത് രീതിയിൽ പ്രവർത്തിക്കണം ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയാം. പിന്നെ സോഷ്യൽ മീഡിയ കൃഷ്ണപ്രസാദിൻ്റെ എന്താ ഇള വരുന്നീന്ന് കൃഷ്ണപ്രസാദിൻ്റെ കൃഷ്ണകുമാറിൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അവർക്കറിയാം സോഷ്യൽ മീഡിയ എന്താണ്, എങ്ങനെയാണ്, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് ഡ്രസ്സിങ് സ്റ്റൈൽ മാറില്ലേ ആൾക്കാർ. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ നിങ്ങളൊന്ന് നോക്ക്, നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ എൻ്റെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ, 90s കാറ്റഗറിയിലുള്ള ആൾക്കാരോട് ചോദിക്കുന്നത്, നമ്മുടെ പെങ്ങന്മാരിട്ട ഡ്രസ്സ് തന്നെയാണോ ചിലപ്പോൾ നമ്മളെ പെങ്ങന്മാരെ മക്കളിടുണ്ടാവുക? ഞാൻ സീരിയസ്ലി ചോദിക്കണം, ആണോ? അല്ല. ഇപ്പോൾ ഡ്രസ്സിങ് സെൻസ് മാറുന്നുണ്ട്, ഡ്രസ്സിങ് സ്റ്റൈൽ മാറുന്നുണ്ട്. ഇപ്പം ഒന്നും വേണ്ട, നമ്മളെ ക്ലൈമറ്റ് എന്താ? ഫുൾ ചൂടാണ് നമ്മളെ ക്ലൈമറ്റ്, അല്ലേ? കംപ്ലീറ്റ് ചൂട് ക്ലൈമറ്റാണ് നമ്മളത്. ഇനി വരും കാലങ്ങളിൽ ഈ ഇരട്ടി ചൂടാവും. വസ്ത്രത്തിൻ്റെ അളവ് കൂട്ടി കൊണ്ടുവന്ന് പുതച്ചു മൂടി നടക്കുമാരെങ്കിലും എനിക്ക് തോന്നുന്നില്ല. സോ ഓബിയസ്ലി എന്താ, പുറത്തിറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും കവർ ചെയ്ത് നടക്കുന്നല്ലാതെ, എടീ നാട്ടിൽ ക്ലൈമറ്റ്, ഈ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എല്ലാം കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് ഒരു മനുഷ്യൻ അയാളുടെ ഫ്രീഡത്തിന് ഡ്രസ്സ് ചെയ്യുന്നത്. സിറ്റുവേഷൻ നോക്കാറുണ്ട്, കോൺഫിഡൻസ് നോക്കും, കളർ ചിലപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും സ്വയം. പിന്നെ ആ ഒരു ക്ലൈമറ്റിൽ ഞാനിപ്പോൾ മഴയത്ത് ആരെങ്കിലും ഇപ്പോൾ കാഷ്വൽ അല്ലാതെ ഭയങ്കര എന്നും പുറത്തിറങ്ങുന്ന സമയത്ത് ഷർവാണി ഇട്ടിട്ട് പുറത്തു പോകുമോ? ഈവൻ മഴക്കാലത്തൊരു കല്യാണത്തിന് മുമ്പ് വരെ നമ്മൾ ചിലപ്പോൾ മിനിമൽ ഡ്രസ്സിലേ പോകും, കാരണം ചളിയാവും വെള്ളമാവും എന്ന് പേടിച്ചിട്ട്. സോ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഡ്രസ്സിങ്ങിന് ഒരു മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് കാലം മാറുന്നതിനനുസരിച്ച്, ജനറേഷൻ മാറുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അല്ലാതെ ഇത് പിന്നെയും വന്നിരുന്നിട്ട് അൻസുബിൻ്റെ ഡ്രസ്സിൻ്റെ അളവ് കുറഞ്ഞു. ഇപ്പോൾ വേറൊരു റീല്, ഈ അൻസുബിയുടെ റീല് പറയുമ്പോൾ തന്നെ പറയേണ്ട വേറൊരു റീലാണ് ദിയാകൃഷ്ണയുടെ ഒരു റീൽ വീഡിയോ. ദിയാകൃഷ്ണ കുട്ടീനെ കൊണ്ടുപോയിട്ട് മറ്റേ കടൽ തീരത്ത് കൊണ്ടുപോയി വെക്കുന്ന ഒരു വീഡിയോ ഈ സൈഡിൽ പ്ലേ ആവുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ, ദിയാകൃഷ്ണ ഇട്ട ആ ബോട്ടം അതിൻ്റെ അളവ് കുറവാണ്. മനസ്സിലായില്ലേ? കുട്ടീൻ്റെ പാമ്പേഴ്സ് പോലെയാണ് ദിയാകൃഷ്ണൻ്റെ അടിവസ്ത്രം, ഈ പറഞ്ഞ അടിയിലിട്ടുള്ള ഷോർട്സ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ അളവ് എന്തിനടാ നമ്മൾ അളക്കാൻ നടക്കണേ? എന്ത് കാര്യത്തിന്? ഇപ്പം ഞാൻ ഇട്ട വസ്ത്രത്തിൻ്റെ ഇതിൻ്റെ അളവ് എന്തിനളക്കാൻ നടക്കുന്നു? ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടോ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഞാനത് ഇട്ടിട്ട് പോയതോ അല്ലെങ്കിൽ നിങ്ങളതിൽ നിന്ന് കാശ് മേടിച്ച് പറ്റിച്ച് ഞാൻ പോയി മേടിച്ചൊരു വസ്തുവാണോ? അല്ലല്ലോ. പിന്നെ ഞാൻ ഇത് കൊടുന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കാണണോ വേണ്ടോ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടൊരു പബ്ലിക് പോസ്റ്റ് അപ്ലോഡ് ചെയ്താലടക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 കുത്തിൽ ഞെക്കിയിട്ട് അത് ഇഗ്നോർ നടിച്ചിട്ട് വിടാം, നോട്ട് ഇൻട്രസ്റ്റഡ് നടിച്ചിട്ട് വിടാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉള്ള സമയത്ത് ഇത് കാണും വേണം, കണ്ടതിന് ശേഷം അപരാധം പറയും വേണം എന്നുള്ള നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ അച്ഛന് കുറ്റം, അമ്മയ്ക്ക് കുറ്റം. എങ്ങനെയുണ്ട്? എടാ, അവരച്ഛനും അമ്മയും മക്കളെ വളർത്തിയത് അത്രയും ഈ മാറുന്ന കാലത്തിനനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് അവർ പ്രൗഡാണ്, അവർക്കൊരു വിഷയമുള്ള കാര്യമില്ല. അച്ഛൻ തന്നെ ഇരുന്നിട്ട് പറയുന്നത് വൈബ് തന്താന്ന് പറഞ്ഞ് മൂപ്പർ തന്നെ ചിരിക്കുക. പക്ഷെ അതിലും വലിയ തന്തമാർ, ഉണ്ടാക്കിയ തന്തേനേക്കാൾ വലിയ തന്തയാണ് ഇവിടെ പോലെ ഇരുന്നിട്ട്, ഉണ്ടാക്കിയ തള്ളേനേക്കാൾ വലിയ തള്ളയാണ് ബാക്കിയുള്ളവർ ഇവിടെ ഇരുന്നിട്ട്. ഇപ്പം എന്താ എല്ലാവരും കൂടി ചെയ്തു കൊടുത്തതെന്ന് അറിയും. എൻഡ് ഓഫ് ദ ഡേ ഇവർക്ക് ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്നും ആ സബ്സ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ടത് ഇതൊക്കെയാണെന്നുള്ളതിൻ്റെ വേറൊരു രീതി ഹൻസു വീട്ട സമയത്ത് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായോ? ആ കുട്ടിക്ക് ഒരിക്കലും തോന്നിക്കാണൂല ഇത് ഇങ്ങനെ രീതിയിൽ ഈ ജനങ്ങൾ എടുത്ത് കൊണ്ടുപോയി വെക്കും എന്നുള്ളത്. അവരിപ്പോഴും ആ ഒരു ഏജ് 20-ൽ അവരുടെ ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് ആ കൈൻഡ് ഓഫ് വൈബിലായിരിക്കും. ഇപ്പം നമ്മളൊരു 20കളിൽ എങ്ങനെയാണോ അന്ന് ആ ഒരു ടൈം ആഘോഷിച്ചിരുന്നത്, അന്നത്തെ ട്രെൻഡ് എന്താണോ അതന്നെ ഇപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടോ? പിന്നെ ഭാരതത്തിൻ്റെ സംസ്കാരം, മഹത്തായ സംസ്കാരം, BJP-കാരനായ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിൻ്റെ സംസ്കാരം എന്നെക്കൊണ്ട് നിങ്ങൾ പറയിക്കരുത്. ഇവിടുത്തെ ഓരോ അമ്പലത്തിൻ്റെ ചുമരിലും പോയി നോക്കിയാൽ മതി, സംസ്കാരം മനസ്സിലാവും. മനസ്സിലായോ? ഇനി അത് നോക്കി ഈ നേരത്തെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ എടുത്ത്, ഞാൻ ഈ റീല് കണ്ടു വിട്ടു, അമ്പലത്തിൻ്റെ തൂണുമ്പോൾ പോയി നോക്കി വിട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. ഭാരതത്തിൻ്റെ സംസ്കാരം ഉണ്ടാക്കാൻ നടക്കുക. ഭാരതത്തിൻ്റെ സംസ്കാരം എന്താ? എല്ലാ രാജസദസ്സിലും ഉണ്ട് എന്ത് വേശ്യാവൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്തൊക്കെ ഉള്ള സാധനമാണ് ഇതൊക്കെ, ഇല്ലാത്ത സാധനമൊന്നുമല്ല. ദേവദാസിമാർ, അങ്ങനെ പേരിട്ടിരുന്നത് ദേവദാസിമാർ. ഇന്നാണ് ഇപ്പം ഇല്ലാത്തത്, വേശ്യാവൃത്തി അടക്കം നിരോധിച്ചു കളഞ്ഞത്. രാജാക്കന്മാരുടെ കാലത്തും ഇന്ത്യയുടെ ചരിത്രങ്ങളിലൊക്കെ നോക്കിയാൽ മതി, അറിയാം. ഇനിയില്ല, പുണ്യപുരാണങ്ങളിൽ നോക്കിയാൽ മതി. ഇവിടെ ഡ്രസ്സിൻ്റെ അളവ് കുറഞ്ഞതൊക്കെ അത്ര പ്രശ്നമായി മാറുന്നത്. ചുമ്മാ വെറുതെ 4 കമൻറ്റ് ഇടണം, 10 പിഴപ്പ് പറയണം, അതിന് ഈ ഡ്രസ്സിങ് ഇങ്ങനെയാ അങ്ങനെയാ. ഇത് കഥ ഇതൊക്കെ.